തൊട്ടേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള മണ്ടത്തരമാണ്. അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് താരം കിട്ടി, ഇവളുടെ കയ്യിൽ നിന്ന് എനിക്ക് താരം കിട്ടി. എനിക്ക് താരനേ ഇല്ലായിരുന്നു. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും മാജിക് ചെയ്തിട്ടാണോ എൻ്റെ മുടി ഇതുപോലെ വളർന്നതെന്ന് ചോദിച്ചാൽ സ്ട്രെസ്സും ഹെയർ ഫോളും അത്രമേൽ ചങ്കുകളാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു റെമഡി എന്ന് വേണേൽ പറയാം. എൻ്റെ വീഡിയോസൊക്കെ പണ്ടോട്ട് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വർഷമൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നല്ല ഷോർട്ട് ഹെയർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ ഞാൻ എൻ്റെ മുടിയിൽ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഹെയർ ഗ്രോത്ത് ഉണ്ടായതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. എന്ത് മാജിക്കാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി മറക്കരുത്. അവിടെ ഇവിടെയും കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ് ആയില്ലെന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുടി വളരണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, മുടി വളരണമെങ്കിൽ ആദ്യം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറണം. അതിനൊരു പരിഹാരം കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹെയർ ഗ്രോത്തിനെ പറ്റി. അപ്പം നമ്മുടെ ഈ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകാൻ എന്തൊക്കെ കാരണങ്ങളായിരിക്കും ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് ഉണ്ടാവും. ഈ ബാംഗ്ലൂരൊക്കെ പോയവർ പറയും ക്ലോറിൻ കാരണമാണ് മുടി പൊഴിയുന്നതെന്ന്. ആ ക്ലോറിൻ കാരണം പൊഴിയുന്നതെന്ന് പറയുന്നേക്കാൾ കൂടുതൽ അവർക്ക് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാരണമാണ് അവരുടെ ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. സ്ട്രെസ്സും ഹെയർ ഫോളും അത്രമേൽ ചങ്കുകളാണ്. അവർ ചങ്കും കരളുമാണ്. സ്ട്രെസ് വന്നിട്ടുണ്ടോ മുടി പൊഴിഞ്ഞിരിക്കും. അത് മാറ്റാതെ നമുക്ക് ഒരു കാരണവശാലും ആ ഹെയർ ഫോളിനൊരു റെമഡി കാണാൻ പറ്റത്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അത് എന്ത് സ്ട്രെസ്സാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ ഹെയർ ഫോൾ മാറത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് മെയിൻലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ എന്താണേലും ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ പോയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുമോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈ വൈറ്റമിൻ ഡിയുടെ വാല്യൂസ് നോർമൽ ലെവലിലാണോ എന്ന് നോക്കുക. അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് അത് നോർമൽ ആക്കാൻ വേണ്ടി നോക്കുക. ഈ വൈറ്റമിൻ ഡിയുടെ ഒപ്പം കാൽസ്യം കൂടെ എടുക്കുന്നതാട്ടോ അവർ രണ്ടുപേരും വേറൊരു ചങ്കം കരളുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി മൂന്നാമത്തെ റീസൺ എന്ത് പറയണം? പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും നമുക്ക് കൈമാറി കിട്ടാറുണ്ട്. ഷുഗറും പ്രഷറും പോലെ അതുപോലെ കൈമാറി കിട്ടുന്നതാണ് ഹെയർ ഫോൾ. പാരമ്പര്യമായിട്ട് മുടികൊഴിച്ചിലോ എന്നൊന്നും പറഞ്ഞിനി ആരും ട്രോളാൻ വരണ്ട. അലോപേഷ്യ ഉള്ള ആൾക്കാർ, കുടുംബത്തിലെ അലോപേഷ്യ ഉള്ള ആൾക്കാരിൽ പിന്നെ വരുന്ന തലമുറയിലേക്കും ഈ അലോപേഷ്യ പകരാൻ സാധ്യതയുണ്ട്. അല്ലാതെ സാധാ മുടികൊഴിച്ചിലൊന്നും പകരാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല കട്ടിയുള്ള നല്ല നീണ്ട മുടിയുള്ള അങ്ങനെ പാരമ്പര്യമായിട്ട് നല്ല ഉള്ളുള്ള മുടി കിട്ടുന്നവർ, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കഷണ്ടിയുള്ള ആൾക്കാർക്ക് പാരമ്പര്യമായി കഷണ്ടി കൈമാറി പോരുന്ന പോലെ തന്നെ ഇങ്ങനെ അസുഖവും കൈമാറിപ്പോവും അലോപേഷ്യ ഉള്ള ആൾക്കാരിൽ. അപ്പം മനസ്സിലായല്ലോ ഹെയർ ഫോളിൻ്റെ കുറച്ച് കാരണങ്ങൾ. ഡാൻഡ്രഫും ഒരു വില്ലൻ തന്നെയാണ്, അതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പം നോക്കാം. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും മാജിക് ചെയ്തിട്ടാണോ എൻ്റെ മുടി ഇതുപോലെ വളർന്നതെന്ന് ചോദിച്ചാൽ ഒരു മാജിക്കും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ വെറും മടിച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് മുടി വളർത്താൻ വേണ്ടി ഞാൻ ഒരിക്കലും ശ്രമിക്കുന്ന ഒരാളല്ല. അത് വേറെ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ സിങ്കോവിറ്റ് ടാബ്ലറ്റ്, മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്. എല്ലാ മണ്ടന്മാരും മുടി വളർത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യമേ ഉള്ള എണ്ണയും അതും ഇതും മുഴുവൻ തലേ വാരിത്തേക്കും. മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ എന്തെല്ലാം ചെയ്യുന്നോ അതുപോലെ ശ്രദ്ധ വേണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിനായിരിക്കും നമ്മൾ പുറമേ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി റിസൾട്ട് ഉണ്ടാവുക. അപ്പം നമുക്ക് വൈറ്റമിൻസ് ഒക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് സിങ്കോവിറ്റ് ടാബ്ലറ്റാണ്. വേറെ അധികം വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടില്ല.
എടുക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻ ഇ അതുപോലെയുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതൊക്കെ സപ്ലിമെന്റ്സ് ആണ്, അതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അതുപോലെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. സിങ്കോവിറ്റ് കഴിക്കുന്നതെന്ന് വെച്ചാൽ 2-3 വീക്ക്ലി ആ റേറ്റിലേ കഴിക്കാവുള്ളൂ. ഉണ്ടല്ലോ എന്ന് കരുതി വാരിക്കോരി കഴിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിനൊരു വലിയ കാര്യമുണ്ട്. വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഗ്രീൻ ലീഫി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിലേക്ക് നല്ല ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ എന്താണോ ഉള്ളിലേക്ക് കഴിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പുറത്തേക്ക് റിസൾട്ട് ഉണ്ടാവും. അതാണ് ഉള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനിയെന്ന് പറഞ്ഞാൽ പുറമേ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഓരോ ബ്രാൻഡ്സും അവരവരുടെ ഒരുപാട് മുടിയുള്ള ആൾ, പാരമ്പര്യമായിട്ട് മുടിയുള്ള കുറേ പേരെ കൊണ്ടുവന്നിട്ട് പരസ്യം ഇറക്കും. അതിന് ഭയങ്കര റിസൾട്ട് ഉണ്ടാവുന്നു. മെയിൻ തിങ് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കും. ഈ മസാജ് കാരണം നമ്മുടെ ബ്രെയിനിലല്ല നമ്മുടെ ഹെഡിൻ്റെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഈ ഓയിൽസ് ഒന്നും വലിയ ഇതുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അതിനും ഉപയോഗമുണ്ട്. പക്ഷെ അതാണ് ഈ മാജിക്കൽ റിസൾട്ട് തരുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കൊടുക്കുന്ന മസാജിന് നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഹെയർ കോംബ് ചെയ്യുവാണെങ്കിലും ബാക്ക് കോംബിങ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും. കാരണം ഈ ബാക്ക് കോംബിങ് ചെയ്യുമ്പോഴും ഓൾറെഡി അവിടുത്തെ സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്, അതുവഴി സഹായിക്കും. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് ഒരുമാതിരി ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു മസാജർ. ഇത് മസാജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കും. നമ്മൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് ഹെയർ നല്ല ഇതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ബ്രഷ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതൊരു സൂപ്പർ മസാജറാണ്. നമ്മൾ ഡെയിലി ഒരു 10-20 മിനിറ്റ്സ് ഇത് വെച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഫോൺ യൂസ് ചെയ്യുമ്പോഴോ, TV കാണുമ്പോഴോ, വെറുതെ ഇരിക്കുമ്പോഴോ, എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെറുതെ തലയിൽ ഇതിട്ട് ഉരച്ചാൽ മതി. ഇതല്ലാതെ കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മാർഗങ്ങളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിലേത് യൂസ് ചെയ്താലും മതി. ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഇതാണ് ഞാൻ ചെയ്ത രണ്ടാമത്തെ കാര്യം. പിന്നേന്ന് പറഞ്ഞാൽ ഹെയർ മസാജ്, ഹെയർ കോംബിങ് പറഞ്ഞു. പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറേ യോഗാസനങ്ങളും കുറേ മുദ്രകളും പ്രഷർ പോയിന്റ്സും അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ എനിക്ക് അറിയത്തുമില്ല. ഈ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുമില്ല. ഞാൻ ഈ ബ്രഷ് വെച്ച് ഹെയർ മസാജ് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ തലയിൽ പ്രഷർ പോയിന്റ്സ് ഉണ്ട്. ആ പ്രഷർ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് അവിടെ മസാജ് ചെയ്യുന്നതും അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി പണ്ട് നല്ല ഉള്ളുണ്ടായിരുന്ന മുടിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ഷോർട്ട് ഹെയർ ആക്കി സ്ഥിരം ഒരു 5-8 വർഷം ഷോർട്ട് ഹെയർ തന്നെയായിരുന്നു. ഷോർട്ട് ഹെയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുടി വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീരെ ഉള്ളില്ലാത്ത മുടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് കത്രിക കാണുമ്പോൾ മുറിക്കാനൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഈ ഒരു കാര്യം മാറിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് മുടി വളർത്തണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഉള്ളിൽ നല്ല വിശ്വസിച്ചു എന്താണേലും വരുന്നത് നല്ല കട്ടിയുള്ള നല്ല മുടിയായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ചുരുളമുടി ആയിരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല മുടിയായിരുന്നു. ഇപ്പോൾ ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മുടിക്ക് നല്ല ഉള്ളുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടി ചെയ്ത 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സിങ്കോവിറ്റ് ടാബ്ലറ്റ് കഴിക്കുകയും നല്ല രീതിക്ക് ഹെയർ മസാജ് ചെയ്യുകയും പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു മാജിക്കൽ ഓയിൽസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ഓയിൽസ് കൊണ്ട് വലിയ അത്ഭുതം ഉണ്ടാവുന്നതൊട്ട് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നില്ല. കാരണം നമുക്ക് വേണ്ടത് നല്ല സർക്കുലേഷനാണ് വേണ്ടത്. അതിനുവേണ്ടി നല്ല രീതിക്ക് മസാജ് ചെയ്തു. ഈ 2 കാര്യമാണ് ചെയ്തത്. വേറെ ഡിസീസസും കാര്യങ്ങളും വൈറ്റമിൻ ഡെഫിഷ്യൻസീസും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റേണ്ട വേറൊരു വലിയ സാധനമുണ്ട്, നമ്മുടെ ഡാൻഡ്രഫ് അല്ലെങ്കിൽ നമ്മുടെ താരൻ. പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള മണ്ടത്തരമാണ്. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് താരം കിട്ടി, ഇവളുടെ കയ്യിൽ നിന്ന് എനിക്ക് താരം കിട്ടി. എനിക്ക് താരനേ ഇല്ലായിരുന്നു. ഇപ്പോൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ്. മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം താരൻ എങ്ങനെയാണ് വരുന്നതെന്നാണ്.
താരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല ഡ്രൈ ആയി കഴിയുമ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ്സ് കൂടുതൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് താരൻ ഉണ്ടാവുന്നത്. അല്ലാണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒന്നും നമുക്ക് താരൻ കിട്ടുന്നതല്ല. അപ്പോൾ ഈ താരനുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ, എന്നും കുളിച്ചാൽ മുടി വളരുമോ അതോ ഏറ്റവും കുറച്ച് കുളിക്കുന്ന ആൾക്കാർക്കാണ് മുടി വളരുന്നത്, അങ്ങനെയും കുറേ തെറ്റായ ധാരണയുണ്ട്. ഈ താരനുള്ള ആൾക്കാരും അതുപോലെ എപ്പോഴും വേർക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ ഡെയിലി കുളിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ താരനും ഇല്ല, ഹെയറൊക്കെ നല്ല സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ വേർക്കൊന്നുമില്ല, ഫുൾ എ സിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അവർ വീക്ക്ലി ട്വൈസ് ഒക്കെ കുളിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഈ കുളിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ തല കഴുകിയാൽ പോരെ. ഈ ഡാൻഡ്രഫൊക്കെ ഉള്ള ആൾക്കാർ ഒന്നെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ഷാമ്പൂസ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ ഹെയർ വാഷ് ചെയ്യണം. അപ്പം മാത്രമേ നമ്മുടെ തലയിലുള്ള ആ ഡേർട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പോയി തല ക്ലീൻ ആവുള്ളൂ. അപ്പം ഡാൻഡ്രഫ് എന്ന ഇഷ്യൂ അങ്ങനെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് എന്നിട്ടും സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ചിട്ട് തന്നെ മരുന്ന് മേടിച്ച് മാറ്റിയാലേ അത് പോവത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾ പിന്നെ ഹെയർ ഗ്രോത്തിനെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ. ഐ തിങ്ക് ഒരുപാട് വലിച്ചു നീട്ടാതെ എന്നെക്കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് ഞാൻ മാജിക്കലായിട്ട് എന്ത് ചെയ്തു എന്നും കൂടെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയൊരു വീഡിയോ ആയിരിക്കും എന്ന്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയാനുണ്ടെങ്കിൽ ആ കോമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടോളൂ. മുടി വളർത്തണമെന്നും മുടി വളരാതിരിക്കുന്നെന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.